ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 999 മലയാളം താരോട്ടിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസുമായിട്ട് വരുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിൽ മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരുപാട് പേര് റിലേഷൻഷിപ്പിലുണ്ടാവും. സോ അപ്പം നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ചിലവർക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ടുണ്ടാവും. ഓക്കെ, ആ കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഷുഡ് യു വെയിറ്റ് ഓർ മൂവ് ഓൺ, ഇതാണ് മെയിൻ ടോപ്പിക്ക് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം 3 പൈൽ സെറ്റ് ചെയ്യാം. 3 പൈൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പൈലായിട്ടായിരിക്കും ഈ റീഡിങ് ഉണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് ഏത് പൈലിനോടാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പൈലെടുക്കുക. ഇൻ കേസ് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയെടുത്താൽ മതി കേട്ടോ. ഇൻ കേസ് അത് റീസണേറ്റ് ആവുന്നില്ല, സോ യു ഫീൽ ലൈക്ക് ദർ ഇസ് നോ മെസ്സേജസ് ഫോർ യു എന്ന് തോന്നുവാണെങ്കിൽ എടുത്താൽ മതി. ഇത് 1ാമത്തെ പൈല്. രണ്ടാമത്തെ പൈല്. മൂന്നാമത്തെ പൈൽ. ഓക്കെ, സോ 1 മിനിറ്റ് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഏത് പൈലിനോടാണ് കൂടുതലും നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പൈൽ സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു ഹിഡൻ ട്രൂത്ത് ഒറാക്കിൽ നിന്ന് ഓരോരോ കാർഡ്സ് എടുക്കാം. സോ നമുക്കിവിടെ 3 പൈലിനും ഓരോ ഹിഡൻ ട്രൂത്തും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആക്ച്വലി നമ്മളിവിടെ നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവർക്ക് മേ ബി നോ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഗോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക, ഗോസ്റ്റിംഗ് ആണിപ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ബ്ലോക്ക്ഡ് ആയിരിക്കും ഫോൺ നമ്പർ. നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്താണെന്നറിയാതെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലാണ് ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പൈലിൽ നമുക്ക് 3 കാർഡ്സ് എടുക്കാം. ഓക്കെ, നമുക്ക് കാർഡ്സ് നോക്കാം. ഓക്കെ, നമുക്ക് ഈ പൈലിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈലിൽ ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഒരുപാട് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ അത് വേറൊരു വ്യക്തിയെയും കൂടി വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യുന്ന പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളാണെങ്കിലും നിങ്ങൾ വേറെ ആളെയും വെച്ചിട്ടാണ് ഈ ഒരു കമ്പാരിസൺ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നോ കോണ്ടാക്ട് വരുമ്പോൾ മിക്കവാറും പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമാണ് ഇത് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരുപാട് കമ്പാരിസൺ ചെയ്യുന്നു. ആ പെൺകുട്ടി നിന്നെ പോലെയല്ല, അല്ലെങ്കിൽ ഈ ചെറുക്കൻ നിന്നെ പോലെയല്ല, അങ്ങനെ ഒരു കമ്പാരിസനാണ് നടക്കുന്നത്. ഓക്കെ, അതിന് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിന്ത അവരിൽ നിന്ന് മാറണം.
അത് മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് നല്ല പേഷ്യൻസ് വേണം. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഷെയ്ക്കൺ അപ്പ് നടന്നാൽ മാത്രമേ ഒരു പുള്ളിയുടെ മനസ്സിൽ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പാരിസൺ ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പിനെ ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ഇത് മനസ്സിലാക്കി വരുന്നൊരു സമയം വരെ നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ഷെയ്ക്കണപ്പിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഷ്യൻസ് വേണം. ഇവിടെ ലേഡിക്കാണ് കാണിക്കുന്ന പേഷ്യൻസ്. സോ ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇവിടെ നോക്ക്, നമ്മുടെ ഓൾമോസ്റ്റ് അവർ പേഷ്യൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം അവർ വെയിറ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് അതിലേക്ക് ഒരുപാട് വെട്ടം അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഓക്കെ, സോ അപ്പം ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. നമുക്ക് നിങ്ങളുടെ ഹിഡൻ ട്രൂത്ത് ഒറാക്കിൾ നോക്കാം. ഓക്കെ, ഐ എം സോ അട്രാക്റ്റഡ് ടു യു. അവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ യു ഹാവ് ടു സ്റ്റേ ബാക്ക് എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ലവേഴ്സ് ഒറാക്കിൾ എന്താ പറയുന്നത്. ക്ലോസ് യുവർ ഐസ് ആൻഡ് ടെൽ യുവർ സെൽഫ് ദാറ്റ് യു ഡിസേർവ് ടു ഫീൽ ജോയ്ഫുൾ. യു ക്യാൻ അലോ ജോയ് ഇൻ ടു യുവർ ലൈഫ് റിഗാർഡ്ലെസ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ് യു കറൻ്റ്ലി ഫൈൻഡ് യുവർ സെൽഫ് ഇൻ. ഈ ലവേഴ്സ് ഒറാക്കിളും ഇത് ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പൈലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഭയങ്കര ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ഇതിനെ ഒരു പാർട്ടായിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജോയ് കണ്ടുപിടിക്കുക എന്നാണ് ഫസ്റ്റ് പൈൽ പറയുന്നത് കേട്ടോ. സോ ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ് ഇതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് 4 കാർഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള സൈലൻസ് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. ഒരാൾ സങ്കടത്തോടു കൂടി എല്ലാ സങ്കടങ്ങളും മനസ്സിലൊതുക്കി സെപ്രസ്ഡായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് വിഷമങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി ഒരു എന്താ പറയുക, ഒരു ഇതിനിടയിലേക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഒന്നിനോടും താല്പര്യമില്ല. ഇങ്ങനെ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. സൈലൻസ്, സപ്രഷൻ അതൊക്കെയാണ് വരുന്നത്. എന്നിട്ട് നിങ്ങൾ അവരുടെ ഒരു ജീവിതം ഒരു ഔട്ട്സൈഡറെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരു സോഴ്സ് വരാനുണ്ട് നിങ്ങളിലേക്ക്. ഇതിൻ്റെ സത്യാവസ്ഥ, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് വരും. ആ ഒരു സമയം വരെ നിങ്ങൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യണം. ഇതിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ അല്ല വെയിറ്റ് ചെയ്യണോ എന്നല്ല, ഇതിലെ സത്യാവസ്ഥ, ഇത് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷനാണോ അല്ല കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 5 to 10 monthsൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്കിപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്. നമുക്ക് ലവേഴ്സ് ഒറാക്കിൾ എന്താ നോക്കാം. ഓക്കെ,
ഇതിനകത്ത് ലവേഴ്സ് ഒറാക്കിളിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ എം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് അവർ കണക്ഷൻ. ഇതുവരെ ഈ പറയുന്ന പുള്ളി ഇങ്ങനെ ബാരിയറൊക്കെ വെച്ചിട്ട് ഒരുപാട് മതിൽക്കെട്ടുകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളോട് ഭയങ്കര കണ്ടീഷണലായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സൈലൻസിലേക്ക് പോയതിന് ശേഷമാണ് വ്യക്തി മനസ്സിലാക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എന്താണ്, എത്രത്തോളം ഗുണമുള്ളതായിരുന്നു, എത്രത്തോളം നല്ലതായിരുന്നു, അവരുടെ സോളിന് എത്രത്തോളം ഇത് ആവശ്യമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ലവേഴ്സ് ഒറാക്കിൾ നോക്കാം. Imagine all unwanted thoughts dissolving into light, creating room for new opportunities and possibilities for your life. ഇവിടെ നിങ്ങൾ ഈ സപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് തോട്ട്സ് നിങ്ങളെ ലൈറ്റിലേക്ക് വരുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കണ്ടോ, നിങ്ങൾ അൺവാണ്ടഡ് തോട്ട്സിൻ്റെ ഉള്ളിലൊരു അകപ്പെട്ടിരിക്കുകയാണ്. ലൈറ്റ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾ ലൈറ്റ് കണ്ട് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് പുതിയ റൂംസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഓപ്പർച്യൂണിറ്റീസിലേക്കും പോസിബിലിറ്റീസിലേക്കും വേണ്ടിയിട്ട്. ഓക്കെ, സോ സെക്കൻഡ് പൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂവ് ഓൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ടാകും. നിങ്ങൾ ഈ സപ്രഷനും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ സോളിന് ആവശ്യമായിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ വ്യക്തിയെ നിങ്ങൾ ട്രസ്റ്റ് വർത്തി ആണോ അല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുന്നിൽ ആൻസർ വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാലൻ്റെ റീഡിങ്. അങ്ങനെ നമ്മളുടെ തേർഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. തേർഡ് പൈൽ ചൂസ് ചെയ്തവർ നമുക്ക് നിങ്ങളുടെ കാർഡ്സ് നോക്കാം. ചാടിയാണല്ലോ നിങ്ങളുടെ കാർഡ്സൊക്കെ വരുന്നത്. നിങ്ങൾ എല്ലാം പെട്ടെന്ന് നടക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ടീംസാണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം യൂണിവേഴ്സിന് എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് യൂണിവേഴ്സിന് മെസ്സേജ് തരാനുള്ളത്, അതൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് 3 കാർഡ്സാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ how it is. നിങ്ങൾക്ക് 3 അല്ല 4 കാർഡ്സാണ് കേട്ടോ. ഓൾ റൈറ്റ്, ലെറ്റ്സ് സീ. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നമൊന്നുമില്ല. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പാണ്. പക്ഷേ നിങ്ങളിൽ ആരോ എന്തോ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ ഒരു ഇല്യൂഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പിൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഭയങ്കര ഇല്യൂഷനായിട്ട് നിങ്ങൾക്കൊരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ള റിലേഷൻഷിപ്പാണിത്. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഫെമിനിൻ എനർജി ആണെങ്കിലും മെയിൽ എനർജി ആണെങ്കിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഒരു കാരണവും ഇല്ലാതെ വിഷയങ്ങൾ ഓരോന്ന് ഇല്യൂഷനിലേക്ക് പോയിട്ട് ഒരു ഗിൽട്ട് എന്ന ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലിയർ ചെയ്യാനുള്ളത് നിങ്ങൾ ആരാണോ ഈ ഒരു ലെവലിൽ പോയിരിക്കുന്നത് ആ വ്യക്തി തന്നെ വേണം ഇത് ക്ലിയർ ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന റിലേഷൻഷിപ്പാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ വെയിറ്റും ചെയ്യേണ്ട, മൂവ് ഓണും ചെയ്യേണ്ട. നിങ്ങൾ തമ്മിലുള്ള ഓപ്പൺ ഒരു കോൺവെർസേഷൻ നടന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന റിലേഷൻഷിപ്പാണിത്. ഓക്കെ, സോ ഇതിൽ നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളിത് ഗിൽട്ടായിട്ട് എടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ തേർഡ് പൈലിൻ്റെ റീഡിങ്. ഇത് നോക്കാം എന്താണ് നിങ്ങളുടെ ഓക്കെ ഹിഡൻ ട്രൂത്ത് ഒറാക്കിളിൻ്റെ മെസ്സേജ് എന്ന്. ഐ വിൽ വെയിറ്റ് ഫോർ എ സൈൻ ഫ്രം യു. നിങ്ങളിൽ നിന്ന്
ഒരു സൈനിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. സോ കോൺവെർസേഷൻ ഇല്ല എങ്കിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്നൊരു സൈനിന് വേണ്ടിയിട്ട്. ബിക്കോസ് ദേ വാണ്ട് ടു ടോക്ക് വിത്ത് യു. അതാണ് വിഷയം. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിവതും ഒരു സൈൻ കൊടുക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്ന്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളൊരു റിലേഷൻഷിപ്പാണെങ്കിൽ. ഓക്കെ, സോ നമുക്ക് നിങ്ങളുടെ ലവേഴ്സ് ഒറാക്കിൾ നോക്കാം. ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്. എക്സാമിൻ വാട്ട് ഈസ് കോസിങ് യു ടു ഫീൽ ദിസ് വേ. ഓക്കെ, സോ ഇതിനർത്ഥം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. നിങ്ങൾ കണ്ടുപിടിക്കുക വാട്ട് ഈസ് കോസിങ് യു ടു ഫീൽ ദിസ് വേ. ഈ ഒരു ലെവലിലേക്ക് തിങ്ക് ചെയ്യാനും ഇങ്ങനൊരു അവസ്ഥ ചിന്തിക്കാനും നിങ്ങൾക്ക് എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾ എക്സാമിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് 3 പൈലിൻ്റെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് അയച്ചോളൂ. ഞാൻ ആ വീഡിയോസ് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ താങ്ക് യു, ബൈ.